ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസ് കുട്ടിയും കോലും റൗണ്ടിലാണ്. നമുക്കതിനായി സ്വാഗതം ചെയ്യാം സാന്ദ്ര ആൻഡ് ഇർഫാൻ. സാന്ദ്ര, കുട്ടിയും കോലും റൗണ്ടാണ്. ഇർഫാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏത് പാട്ടാണ്? പൂമകളാണ് ഹുസ്നുൽ ജമാൽ. ഓക്കെ, നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ഇന്ന് നമ്മൾ എല്ലാവരും ഒരേ കളറല്ലേ, മാച്ചിങ്ങിലാണ് വന്നിരിക്കുന്നത്. കൊള്ളാം, നല്ല മാർക്ക് ഇട്ടിട്ട് നന്നായി പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുരുഷനില്ലേ താമര പൂക്കും മുഖത്തെ കണ്ടാ
ആൻഡ് ഇർഫാൻ, എങ്ങനെ നന്നായി പാടിയോ? വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആവാൻ സാധിച്ചില്ല. ഇർഫാനോ? തകർത്തു. കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ എത്ര എക്സ്പീരിയൻസ് ഉള്ളതാണ്. നന്നായി പാടി, കേട്ടപ്പോൾ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ജഡ്ജ്മെന്റ് ചോദിച്ചാലോ? ആദ്യം തന്നെ ഒരു ക്ലൂ ഇട്ട് കൊടുത്തു, അവർ കണ്ടുപിടിക്കും. എന്നാലും ആദ്യമേ തല വെച്ച് കൊടുത്തു. നമുക്ക് ചോദിക്കാം. സജില. ഇർഫാൻ, വെൽക്കം ബാക്ക്. കുറേ ആയല്ലോ കണ്ടിട്ട്. എന്താണ് വിശേഷമൊക്കെ? സൗണ്ടൊക്കെ മാറി തുടങ്ങിയോ? മുന്നേ കേട്ട സൗണ്ട് അല്ലേ ഇപ്പൊ? നല്ല ഗെയിൻ വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട് അല്ലേ? വോയിസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാണ്ട്. സാന്ദ്രേനെക്കാട്ടും കൂടുതൽ പാടിയിട്ടോ ഇർഫാൻ. കാരണം സാന്ദ്ര ഫുൾ സോങ് നോക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിളായിട്ടാണ് പാടിയത്. അതിൻ്റെയൊക്കെ ഇരട്ടിയായിരുന്നു ഇർഫാൻ പാടിയിരുന്നത്. അപ്പം സാന്ദ്രേനെക്കാട്ടിയും ഇതിൽ മത്സരാർത്ഥി ഇർഫാനാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നാൻ പാടില്ല. പിന്നെ സാന്ദ്ര, ഞാൻ അത്ര ഹാപ്പി അല്ല ഇന്നത്തെ സിംഗിങ്ങിൽ. കാരണം ഭയങ്കര എനർജിയിൽ പാടേണ്ട പാട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവരുടെ വായിലും ഇങ്ങനെ പാടി നടക്കുന്ന ഒരു പാട്ടാണ്, അറിയാലോ, സ്റ്റേജിലൊക്കെ പാടുന്ന സോങ്സ് ആണ്. അപ്പോൾ ഒരു എനർജി നമ്മൾ ഈ പാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. പിന്നെ അടിച്ചു പാടേണ്ട കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഫുള്ളായിട്ട് നോക്കുമ്പോൾ ഡൗൺ ആയിരുന്നു. പിന്നെ പിച്ച് ഭയങ്കര പ്രശ്നമാണ് സാന്ദ്ര. മോന്റെ പിച്ചും എനിക്ക് പിച്ച് കുറച്ചതല്ല പറയുന്നത്, ഇത് ഓക്കെ, കേൾക്കാൻ പിച്ച് കുറഞ്ഞൊന്നും തോന്നില്ല നമുക്ക്. പക്ഷേ ഭയങ്കര പിച്ച് ഔട്ടായിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ, പല്ലവി മുതലേ നമുക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ പിച്ച് ഇങ്ങനെ മാറിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതാണ് ഫുള്ളായിട്ട് ഫീൽ ചെയ്തത്. സാന്ദ്ര കുറച്ചുകൂടി കെയർ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില. നജീമുക്ക. എഞ്ചിനൗട്ട് കംപ്ലീറ്റ്ലി ഫുൾ ഗോൺ, എല്ലാം പോയി. എന്ത് പറ്റി? എല്ലാ സാധനം പിച്ച് ഔട്ടായിരുന്നു. എന്റെ പിച്ച് കുറച്ച് ബേസ് ആയി പോയി. മറ്റേ ഒരു ഹുക്ക് ലൈൻ ഉണ്ടല്ലോ, ട്യൂണായിട്ട് വരില്ല എപ്പോഴും. അത് ചെറിയൊരു സംഭവമാണ്, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊണ്ട കൂടെ വരും. ഒന്ന് പാടാവുന്നു. പൂമകളാണേ ഹുസ്നുൽ ജമാൽ, പുന്നാരത്താളം മികந்த ബിവി, ഹേമങ്ങളുമെത്ത പണി ചിത്തിരം. അത് ക്ലിയർ ആയിട്ട് വീണില്ല. അത് ഹേമങ്ങളുമെത്ത പണി ചിത്തിരം, ആഭരണ കോവയണിന്ത ബിവി. അപ്പൊ അതാണ് പ്രശ്നം. പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈ ചെറിയ സംഭവങ്ങളൊക്കെ വരും. വലിയൊരു ടഫുള്ളൊരു പാട്ടല്ല, ഈ ഒരു സാധനം മാത്രം ശ്രദ്ധിച്ച പാട്ട് നന്നായിട്ട് വരും. മോഹൻകുട്ടി വൈദ്യ സാറിന്റെ പാട്ടാണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു ട്യൂണാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ട്യൂണിങ്ങനെ നമുക്ക് കേട്ട് വരുന്ന പാട്ടാണ്. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, പക്ഷെ ഇത് ഫുൾ പോയി, കൈവിട്ട് പോയി. ഓക്കെ, നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു നജീമുക്ക. ഫിറോസിക്ക. സാന്ദ്ര, ഇർഫാൻ സുഖാണോ? സജില ചോദിച്ച പോലെ ശബ്ദം മാറി അല്ലേ? മാറി വരുന്നു, അതിൻ്റെ പ്രയാസമുണ്ട് അല്ലേ? എന്നാലും മോന് ഞങ്ങളുടെ സാന്ദ്രക്കറിയോ, ഞങ്ങളുടെ കിലുക്കനാണ്, ഇർഫാനല്ല, കിലുക്കാൻ എന്ന് വിളിക്കാം. എന്നൊരു പേരിട്ടിരുന്നു അല്ലേ? കിലുക്കി പാടുന്ന കുട്ടി ഇത് അല്ലേ? പ്രിൻസ് ഓഫ് തിങ്സ്. ഇർഫാൻ നന്നായി സപ്പോർട്ട് ചെയ്തു. സജില പറഞ്ഞ പോലെ തന്നെ ഇർഫാനാണ് സംഗതികളൊക്കെ പാടിയത്. സാന്ദ്ര ഒന്നുകൂടി സൂക്ഷിക്കണമായിരുന്നു മോള്. ചേഞ്ച് ഓവറുകളില്ലേ, പാട്ടിങ്ങനെ പോകുന്ന ആ ചേഞ്ച് ഓവറുകളൊക്കെ ആ മാറ്റം മോൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ. കാരണം കറക്റ്റ് സ്ഥലത്തേക്കല്ല മോൾ അങ്ങോട്ട് ചെല്ലുന്നത്. പാട്ടിങ്ങനെ മാറുന്നില്ലേ, സെയിമാണ്, ഒരേ സ്ട്രക്ചർ തന്നെ, താളം മാറുന്നു എന്നേ ഉള്ളൂ. പാട്ടിൻ്റെ മറ്റ് വലിയ തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ആ ചേഞ്ച് ഓവറുകളെല്ലാം മോളിങ്ങനെ ഒരു ബുദ്ധിമുട്ടി പാടുന്ന പോലെ. പിന്നെ അതിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്ക് ആ വരികൾ തീരുകയാണ്. അതാണ്. അപ്പോൾ ഒന്നുകൂടി സംഗതികളൊക്കെ ഒന്നുകൂടി വൃത്തിയാവാനുണ്ടായിരുന്നു. സംഗതികൾ എന്ന് പറയാൻ ഈ പാട്ടിലൊന്നുമില്ല. ചിലപ്പോൾ പ്രേക്ഷകൻ ചോദിക്കും, ഈ പൂമകളാണ് ഹുസ്നുൽ ജമാൽ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു ട്രഡീഷണൽ സോങ് എടുത്ത് പാടിയിട്ട് എന്താ ഫിറോസ്ക സംഗതിയൊക്കെ പറയാനുള്ളതില്ലെന്ന് ചോദിക്കും. പക്ഷെ പാട്ടിൽ സംഗതിയുണ്ട്, പാട്ടിൽ സംഗതികളുണ്ട് അല്ലേ? ആ സംഗതികൾ ചെറിയൊരു സാധനമാണ് ഇപ്പം നജീം പാടിച്ചത്. അത് മോളത് പാടുന്നു, പക്ഷെ അത് കൃത്യമല്ല. ആ സാധനം ഒരു ട്വിസ്റ്റാണത്, തൊണ്ടയുടെ ഒരു ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിനെ പ്ലാൻ എന്ന് വിളിക്കാനൊന്നുമില്ല.
ആ ട്വിസ്റ്റ് ഒന്ന് ഭംഗിയായിട്ട് എല്ലാ സ്ഥലത്തും വരാനുണ്ട്. പിന്നെ ചെറിയ ഉള്ളിൽ പാടുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ അപ്പോഴാണ് പാട്ട് ഭംഗിയാവുന്നത്. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു മാസം കൂടി ആയതുകൊണ്ട് മോളെ അങ്ങനെ കീറി മുറിച്ച ഭാഷയിൽ പറയുന്നില്ല കേട്ടോ. ഒരു മിതത്വം പാലിക്കണമെന്ന് നമ്മളെ നിർദ്ദേശിക്കപ്പെട്ട ഒരു മാസമാണ്. പക്ഷെ മോള് വളരെ സൂക്ഷിക്കണം കേട്ടോ. വലിയൊരു മഹാകവിയുടെ പാട്ടാണ് മാപ്പിളപ്പാട്ടിന്. സാഹിത്യത്തിൽ ഒരു രൂപം ഉണ്ടാക്കി തന്ന, രൂപവും ഭാവവും ഉണ്ടാക്കി തന്ന വൈദ്യരുടെ വലിയൊരു കൃതിയാണ് എടുത്ത് പാടിയത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. നമുക്ക് നേരെ മാർക്സിലേക്ക് പോകാം. നജീമിക്ക, ഞാൻ ഇർഫാനെ പറ്റി മറന്നുപോയി, നേരത്തെ പാട്ടിലായി പോയി. ഇർഫാൻ നന്നായിട്ട് എന്നെ പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. പിന്നെ സാന്ദ്ര ഈ പാട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പാട്ടല്ലേ, എല്ലാം ഇങ്ങനെ സിമ്പിൾ ട്യൂണല്ലേ, അപ്പം അതുകൊണ്ട് മാർക്ക് ഇത്തിരി കുറവാണ്. 26 out of 30. സജില. സാന്ദ്ര, ബി പോസിറ്റീവ്. ഓക്കെ, 26. Again 26 out of 30. ഫിറോസ്ക. സാന്ദ്രയ്ക്ക് എൻ്റെ മാർക്ക് on 40, 36.5. 36.5 and the total is 88.5. ഇച്ചിരി കുറഞ്ഞു പോയല്ലേ, സാരമില്ല. ഇർഫാൻ എന്തായാലും ഇതൊരു ശീലമില്ലാത്ത മാർക്കായിരിക്കും, എപ്പോഴും നല്ല മാർക്കല്ലേ കിട്ടാറ്. ഡെസ്പായി പോയി, അതൊന്നും ആവശ്യമില്ല. അടുത്ത പ്രാവശ്യം നീ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നതല്ലേ. എന്തായാലും സാന്ദ്ര ഇനി അടുത്ത റൗണ്ടിൽ വരുമ്പം ഇതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഈ പുണ്യമാസത്തിൽ മഹാകവിയോടുള്ള, മാപ്പിള മഹാകവിയോടുള്ള ഒരു ആദരവ് കൂടി കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പാട്ടൊന്ന് വീണ്ടും ഏറ്റുപാടുകയാണ്. തീർച്ചയായിട്ടും. ചിത്തിരം ആഭരണ കോവ അണിന്ത ബീവി ഭൂമകളാണേ ഹുസൂനുൽ ജമാൽ പുന്നാരക്കാളം നികന്ത ബീവി ഹേമങ്ങൾ മെത്ത പണി ചിത്തിരം ആഭരണ കോവ അണിന്ത ബീവി. തകർത്തു. ഒന്നുമല്ല ഇർഫാൻ ഇച്ചിരി മൂഡ് ഓഫിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ. മാർക്സ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മൂഡ് ഓഫ് മാറിയല്ലോ. ഇത് ഇർഫാന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ഹാപ്പി ആയോ? ഇപ്പോഴും പറഞ്ഞ അവര് എന്താ പ്രിൻസ് ഓഫ് തിങ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മാറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. മാർക്ക് കുറഞ്ഞതിന് വിഷമം വിചാരിക്കരുത്. ഓക്കെ, എന്തായാലും നിങ്ങളെ വെറും കൈയോടെ പറഞ്ഞേക്കുന്നത് ശരിയല്ല. ഒരു ഗിഫ്റ്റ് ഉണ്ട്. സുഗനിദ്രയ്ക്ക് 4 വിഷ് ബെഡ്സ് നൽകുന്ന ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടുന്നത്. പിടിച്ചോളൂ, ഇതും ഒരു പച്ച. എന്തായാലും ഇനിയുള്ള റൗണ്ടിൽ സാന്ദ്ര പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് വരാം. ഓക്കെ, താങ്ക് യു ഇർഫാൻ.